പാതിരാവിന്റെ പടുതിയിൽ മക്കയും മദീനയും ലോകവും മുഴുവനും കോർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് അതാ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചൊരു കുടിലിന്റെ ഓരത്തിരുന്ന പ്രായമുള്ള ഉമ്മയാണ് പാടുന്നത്. ആൽബം സോങ് അല്ല, ഫിലിം പാട്ടല്ല, ഏതൊക്കെയോ പുതിയ പരിഷ്കരണ മാപ്പിളപ്പാട്ടുകാരന്മാർ കൊണ്ടുവന്ന തോന്നിവാസങ്ങളല്ല. على محمد صلاة الأبرار صلى عليه طيبون الأخيار قد كنت طوعا من بكى بالأسحار يا ليت سيري والمنايا أطوار وفاطاي പോയ നബിയല്ലോ, മദീനത്തെ മറപട്ട് കിടക്കുന്ന പുന്നാര ഹബീബില്ലയോ, ആ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുകയാണ്. അവിടുത്തെ പേരിൽ പാതിരാ നേരത്ത് ഉണർന്നിരുന്നിട്ട് സ്വലാത്ത് സലാമുകൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. കാമുകിയുടെ മൊബൈലിലേക്ക് ഐ ലവ് യു എന്ന് മെസ്സേജ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ഏത് ലോകത്തിരുന്നാലും മെസ്സേജുകൾ സെൻഡ് ചെയ്യും. മദീനയിലേക്ക് സലാത്തിന്റെ സലാമിന്റെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നീ ചെയ്താലും മദീനയിലെ ടവറിന് റേഞ്ച് ഉണ്ടാകുന്നോനെ എന്റെയും കൽബ് സംശുദ്ധമാകണമെന്ന് മാത്രമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൽബുകളാകെ വികൃതമായി, അവിടുത്തെ കൽബുകളാകെ പേടിച്ചുപോയി. ഹബീബിന്റെ ഓർമ്മകൾ അവിടുത്തെ മനസ്സുകളിലേക്ക് അരിച്ചെത്തിപ്പോയി. എന്റെ നേതാവ്, എന്റെ ഹബീബ് വഫാത്തായി പോയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു പ്രായമുള്ള ഉമ്മ പാതിരാ നേരത്ത് ഏകാന്തമായിരുന്ന ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് സലാമുകൾ അടങ്ങിയ മഹബ്ബത്തിന്റെ വരികൾ ആലപിക്കുന്നല്ലോ. ഇതാ ചാരത്തിരുന്നിട്ട് കേട്ട് വിങ്ങി പൊട്ടി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി. ഗദ്ഗതങ്ങളും വിതുമ്പലുകളും ഇങ്ങനെ ഉയർച്ചയിലായപ്പോൾ ഉമ്മ പാട്ട് നിർത്തി. ഉമ്മ കണ്ണൂറൊന്നു നോക്കി, ആരാണ് പാതിരാത്രിയിൽ എന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് കരയുന്നത്? മോനെ, നീ ആരാണ്? എന്റെ പാതിരാ നേരത്തെ എന്റെ വീട്ടിൽ കിടന്നു വന്നിട്ട് കരയുന്നതെന്തിനെ? നീ എവിടുത്തുകാരനാ മോനെ? നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ തരുമോ ഉമ്മ? ആരാണ് പറയുന്നത്? 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള വലിയ അറേബ്യൻ സാമ്രാജ്യത്വത്തിന്റെ മുഴുവൻ മതീസാധികാരങ്ങൾ കയ്യിലേന്തിയ ആരുമാരും ചോദ്യം ചെയ്യാൻ മടി വരുന്ന, ആരുമാരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ലോകത്തൊരു ഭരണാധികാരിയും അന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആരാടാ എന്ന് ചോദിക്കാൻ മടിക്കുന്നത്ര വ്യക്തിപ്രഭാവമുള്ള ധൈര്യസമ്പന്നതയുള്ള മഹാൻ ഉമ്മാന്റെ മുന്നിലിരുന്ന് പൊട്ടി കരയുകയാണ്. ഉമ്മായോട് ദുആ വസിയത്ത് ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കളിച്ച ആളാണോ? ചെറിയ ആളാണോ? അല്ല. സ്വർഗത്തിൽ പാസ്പോർട്ടും വിസയും എല്ലാം അടിച്ച് കയ്യിൽ കിട്ടിയ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയ, സീറ്റ് റിസർവ് ചെയ്തയാളാണ്. مرضى عن أبي بكر وعن عمر അങ്ങനെ مرضى عن أبي بكر وعن عمر അഷ്റത്തുൽ മുബസ്സിരീങ്ങളിൽ രണ്ടാമത്തെ മഹാനാണ്. അവിടുന്ന് ആരോട് ദുആ വസിയത്ത് ചെയ്യുന്നു? ഹബീബായ നബിയുടെ മദ്ഹ് ചൊല്ലുന്ന ഒരു പാവപ്പെട്ട പ്രായമുള്ള ഉമ്മാമയോട്. ആ
ആ സമയത്തും ദുആരൊന്നു കൊടുത്തു. ഹൽ തജ്മുനി വ ഹബീബി അദ്ദാർ വ ഉമറാ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഹൽ തജ്മുനി വ ഹബീബി അദ്ദാർ വ ഉമറാ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബിന് നീ ബറക്കത്ത് ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നീ സ്വർഗ്ഗത്തിൽ എന്നോടൊപ്പം റസൂലുള്ളാഹിനോടൊപ്പം നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുത്തേക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹ് അസ്അലുക അൻ തദ്ഖുലനി മഅകുമാ, നമുക്കൊപ്പം ഹബീബിനോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനെന്ന് എനിക്ക് വേണ്ടി ദുആരക്കുമോ ഉമ്മ? എന്തൊരു മഹത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതെന്തൊരു മഹത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവരും ആലോചിക്കേണ്ട വിഷയം, എല്ലാവരെക്കാളും സ്നേഹം ഹബീബിന് കൊടുക്കണം. അവിടുത്തെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലണം. നബിയോട് സ്നേഹം, നബിയോട് സ്നേഹം വേണ്ടതും ഫർളല്ലേ, ഈമാന്റെ പൂർണ്ണത തന്നെയും അതിലല്ലേ, പടയിൽ ശഹീദാകുന്നതും വലുതല്ലേ, അതിലഫ്ളലാണീ സ്നേഹവും എന്നല്ലേ. ബദറിന്റെ രണാങ്കണത്തിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ, ഹന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ പോരടിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത സ്വലാത്തിനുണ്ടെന്ന് ഇമ്മത്തുകൾ രേഖപ്പെടുത്തിപ്പോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തുന്നതിനേക്കാളും ഹബീബിനോട് സ്നേഹം വേണം മുഅ്മിനുകളെ, അതിനേക്കാളും ശ്രേഷ്ഠതയാ സ്വലാത്തിനുണ്ടെന്ന് പറഞ്ഞു. ഈന്തപ്പനത്തടി കരഞ്ഞതും ഹഖല്ലേ, തിരുനബി ഒഴിഞ്ഞതിൽ നിന്ന് പോയതിലല്ലേ. എങ്ങനെ? ഈന്തപ്പനത്തടി കരഞ്ഞതും ഹഖല്ലേ, തിരുനബി അതിൽ നിന്നൊഴിഞ്ഞു പോയതിലല്ലേ. ഈന്തപ്പനത്തടി കരഞ്ഞു എന്ന്, അങ്ങനെ ഈന്തപ്പനത്തടി കരഞ്ഞു. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് സിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ചു ഈ സംഭവം. നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹാബത്ത് സാക്ഷിയാണ് ഈ സംഭവത്തിന്. മദീനത്തെ പള്ളിയിൽ വെച്ച് മുത്തുനബി ഒരു പുതിയ മെമ്പർ കൊണ്ടുവന്ന ആ മെമ്പറിലേക്ക് ഇങ്ങനെ കയറാൻ പോണ്ടി, ആ കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കണോ, ഒരു കരച്ചിൽ. റസൂലുള്ളാഹി തങ്ങൾ ചുറ്റും നോക്കി, സഹാബത്ത് ആരാ കരയുന്നത്, ആരാ കരയുന്നത്, ആരാ കരയുന്നത്? ആരും പരസ്പരം മനുഷ്യന്മാരും കരയുന്നില്ല. ഹബീബായ നബി ഇറങ്ങി വന്നു, ഹബീബായ നബി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ടതാ ഒരു പഴയ മിമ്പറതാ മദീനത്തെ പള്ളിയുടെ മൂലയിലുണ്ട്. ആ മിമ്പറിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അതിനുള്ള രോദനമാൽ ജനം കരഞ്ഞില്ലേ, പൊട്ടി പിളർന്നത് കീറലും ഭവിച്ചില്ലേ, അതിനുള്ള രോദനമാൽ ജനം കരഞ്ഞില്ലേ, പൊട്ടി പിളർന്നത് കീറലും ഭവിച്ചില്ലേ. റസൂലുള്ളാഹി തങ്ങൾ ആ പഴയ മിമ്പറിന്റെ ചാരത്ത് വന്നിട്ട് കയ്യതിനകത്ത് വെച്ചപ്പോ ആരംഭപ്പൂവായ ഹബീബിന്റെ കരങ്ങൾ ആ ഈന്തപ്പനത്തടിയിൽ സ്പർശിച്ചപ്പോ ഒരുമിച്ച് കൂടിയ സഹാബത്തിന് മനസ്സിലായി, നമ്മുടെ നേതാവില്ലയോ,
നമ്മുടെ ഹബീബില്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ് പുതിയൊരു മിമ്പർ വന്നപ്പോ പഴയ മിമ്പറിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോ അത് പഴയ മിമ്പറിന് സഹിച്ചില്ല, അങ്ങനെ കരഞ്ഞതാണെന്ന് അപ്പോഴാണ് സഹാബത്തിന് മനസ്സിലായത്. ഇത് കണ്ട സഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി. തൃക്കൈതലോടിയുടൻ സുകൂപ്പായില്ലേ, അത് മിമ്പറിനടിയിൽ ദഫൻ ചെയ്തില്ലേ. അൽമവാഹിബുൽ ജലിയ എന്ന ഈ ഗ്രന്ഥം കണ്ടുവോ? മഹാനായ തളസ്താദി സംഭവം വളരെ ഹൃദയഹാരിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു അവിടുത്തെ ദർജയെ കൊടുക്കട്ടെ. വലിയ മഹാത്മാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ നബിയോട് പ്രേമം കാത്തു സൂക്ഷിക്കണേ. ഈന്തപ്പനത്തടിക്കറിയാം നമ്മുടെ റസൂലുള്ളാഹിനെ. ചെറിയ കുട്ടികൾ കരയുന്ന നേരത്ത് ഉമ്മമാരടുത്ത് എന്നിട്ട് പോട്ടെ മോനെ കരയല്ലേ മോനെ, പോട്ടെ മോനെ കരയല്ലേ മോനെ എന്ന് പറയുന്നത് പോലെ ഹബീബ് ചെന്നിട്ട് ഈന്തപ്പനത്തടിയോട് പറഞ്ഞു, അടങ്ങ് മോനെ, എന്തിനാ കരയുന്നത്, വിഷമിക്കല്ലേ, നിനക്ക് നാളെ സ്വർഗത്തിലെ ഞാൻ താമസിക്കുന്ന പൂന്തോട്ടത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന തോപ്പിൽ ഒരു നല്ല ഈന്തപ്പന വൃക്ഷമായി നിനക്ക് വരാം എന്ന് റസൂലുള്ളാഹി തആല സന്തോഷം പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണ് അത് കരച്ചിൽ നിർത്തിയത്. ഹബീബ് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ മരം ഖിയാമത്ത് നാൾ വരെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് മഹബ്ബത്ത്, ഇതാണ് ഹബീബിനോട് മഹബ്ബത്ത് കാത്തു സൂക്ഷിച്ചത്. ജൽവേ സാരേ തേരേ ഹിദം സേ, ജൽവേ സാരേ തേരേ ഹിദം സേ, ആബാദ് ആലം തേരേ करम से, आबाद आलम तेरे करम से, बाकी हर एक से, बाकी हर एक से. അല്ലാഹു ലോകം മുഴുവനും പടച്ചത് മുത്തു നബിയേ. ലോകമെല്ലാ കാഴ്ചയും നിങ്ങളുടെ സുജൂദ്, ലോകത്ത് കാണുന്ന എല്ലാ കാഴ്ചകളും, ലോകത്ത് കാണുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും നബിയെ അവിടുത്തെ വുജൂദ് കൊണ്ടുണ്ടായതാണ്. പടപ്പുകൾ മുഴുവനും നിങ്ങളുടെ റഹ്മത്ത് കൊണ്ടുണ്ടായതാണ് നബിയേ. ബാക്കിയുള്ള വർത്തമാനങ്ങളെല്ലാം പൊളിവാണ്, ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ പൊളിവാണ്. അവിടുത്തെ വജൂദിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവനും ഹബീബായ അല്ലാഹു റസൂലായ ഹബീബിനായ റസൂലുള്ളാഹി തങ്ങളിൽ അവിടുത്തെ വജൂദ് കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ ഖാലിഖായ അല്ലാഹു പ്രപഞ്ചം മുഴുവനും പടച്ചത്. ഇമാമേ അഹ്ലുസ് സുന്ന, മുജദ്ദിദേ അഹ്ലുസ് സുന്ന, ഇമാം അഹ്മദ് റിളാ ഖാൻ റഹിമഹുല്ലാഹി പോലുള്ള വലിയ മഹാന്മാരത് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. ഒപ്പം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് ആരെല്ലാം ഉണ്ടെന്നറിയുമോ? മഹാനായ മീകാഈൽ, മഹാനായ ഇസ്രാഫീൽ, മഹാനായ അസ്റാഈൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ മാലാഖമാര് വന്നു ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ചാരത്ത് ഈ മാലാഖമാര് വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ കൈ ഞാൻ പിടിച്ചിട്ട് നാളെ പാരത്രീക ലോകത്ത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലമുണ്ടല്ലോ, ആ പാലം ഞാൻ പാസ് ചെയ്യും നബിയേ. ആ സന്ദർഭത്തിൽ അതാ
അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നവന് ഞാൻ ഹബീബായ അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കും നബിയേ. അതാ ഇത് കേട്ടപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പ് നൽകിയിട്ടല്ലാതെ സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല പൂർണ്ണമായും വിട്ടുവീഴ്ച നൽകിയിട്ടല്ലാതെ ഞാൻ എന്റെ ശിരസ് സുജൂദിൽ നിന്നുയർത്തുകയില്ല നബിയേ. അവസാനമായി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മഹാന്മാരായ അമ്പിയാക്കളുടെ ആത്മാവ് എങ്ങനെയാണ് ഞാൻ പിടിച്ചത്, നബിമാരുടെ റൂഹ് പിടിച്ചത് എങ്ങനെയാണ്, അതുപോലെ അവന്റെ ആത്മാവിനെ സിമ്പിളായി, സോഫ്റ്റായി, വളരെ ലാഘവത്തോടെ, ലളിതമായി, നൈർമല്യപൂർവം ഞാൻ അവന്റെ ആത്മാവിനെ പിടിക്കും നബിയേ. എന്തൊരു വലിയ ഓഫറാ മുഅ്മിനീങ്ങളെ. എന്തിനാ? സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ. മൂസാ നബിയേ അലൈഹിസ്സലാം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നബിയേ, നാളെ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്ത് വേണോന്നറിയോ? അല്ലാഹു പറയുകയാണ് മൂസാ നബിയെ വിളിച്ചിട്ട്, ദാഹിക്കാതിരിക്കാൻ നാളെ മഹ്ശറയിൽ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്തു വേണമെന്നറിയുമോ? അതിനെന്ത് മാർഗമാ ഉള്ളത്? അത് ഞാൻ പറഞ്ഞു തരട്ടെ. അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ, എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസാ കൂടുതൽ, ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസാ കൂടുതൽ. ധാരാളം സ്വലാത്ത് ചൊല്ലണം ഹബീബായ നബിയുടെ പേരിൽ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ നാളെ ആഖിറത്തിൽ ദാഹമുണ്ടാകില്ല മൂസ നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി വന്നിട്ട് ഹബീബായ നബിയോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം, നബിയെ, ഞാൻ എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം, ശ്രദ്ധിക്കണേ, എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, വർദ്ധിപ്പിച്ച ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി, വർദ്ധിപ്പിച്ചാ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ജീവിതത്തിൽ 3/2 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് കൂടുതൽ ഗുണമാണ് മോനെ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ജീവിതത്തിൽ 2/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ നബിയെ? ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണമാണ് മോനെ. ആ സമയത്ത് സ്വഹാബിയുൽ ജലീൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ എന്റെ ജീവിതം മുഴുവനും സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഉബയ്യേ, നീ അത്യുന്നതങ്ങളിലാണ്, നീ ഏറ്റവും ബറക്കത്തുള്ളതായ ശ്രേഷ്ഠതകളുടെ പാരമ്പര്യത പുൽകുന്നയാളാണ് എന്ന് വെച്ച് നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, ഫർളായ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസംഗിച്ചെന്ന് ആളാരും പറയല്ലേ. 5 നേരം മുസ്ലിമായ മനുഷ്യന് കൃത്യമായി നിസ്കരിക്കണം. അത് അള്ളാഹുവും അവനും തമ്മിലുള്ള ബാധ്യതയാണ്. ഞാനൊരു 10 രൂപ അദ്ദേഹത്തിന്റെ അടുത്ത് കടം മേടിച്ചാൽ എനിക്കും അദ്ദേഹത്തിന് നേരിട ബാധ്യതയുണ്ട് അല്ലേ?
ഞാൻ അദ്ദേഹത്തിന് കടക്കാരനാണ് അദ്ദേഹം, എനിക്ക് പൈസ ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കടമുണ്ട്. ഇതുപോലെ അള്ളാഹ് കൽപ്പിച്ചതാ. അള്ളാഹിന്റെ അടുത്ത് കടക്കാരാവാൻ നിൽക്കണ്ട, അള്ളാഹിന്റെ അടുത്ത് കടക്കാരാകാൻ നിൽക്കണ്ട. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹ് കൽപ്പിച്ചു മോനെ നീ 5 നേരം നിസ്കരിക്കണം. അല്ലാഹു തആല പറയുന്നു വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയൊക്കെ നമ്മൾ പഠിച്ച നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അപ്പൊ ചോദിക്കും ഉസ്താദേ ജീവിതം മുഴുവൻ അങ്ങനെ ഇബാദത്താക്കുക? ഞാനൊരു ഡ്രൈവറാണ്, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്, ഞാനൊരു പാവപ്പെട്ട മരം വെട്ടുകാരനാണ്, ഞാൻ അങ്ങനെ ഇബാദത്ത് ചെയ്യാ? സഹോദരാ, നീ ധരിച്ചൊരു ധാരണയുണ്ട്. എന്താ പറയുക? ബാഡ് കൺസെപ്റ്റ്, മോശമായൊരു ധാരണ. നല്ല സൽക്കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തൊപ്പിയിട്ട് നല്ല തസ്ബീഹൊക്കെ വലിയ നീളമുള്ള തസ്ബീഹ് മാല എടുത്ത് പള്ളിയിൽ ഇങ്ങനെ പോയി ഖുർആൻ എടുത്ത് നോക്കി ഓതി നിസ്കരിച്ചു. ഇതല്ല ഇസ്ലാം, ഇതല്ല ഇസ്ലാം. ഡ്രൈവറായ ആളവന്റെ സ്റ്റീറിംഗ്, അവനാ വണ്ടിയെ നിയന്ത്രിക്കുന്നത്, അവനതിന്റെ ഗിയർ മാറുന്നത്, മത്സ്യത്തൊഴിലാളി മത്സ്യമെടുത്ത് കിലോ 10 വിളിക്കുന്നത് ഇബാദത്താണ്. അതിനെന്താ വേണ്ടത്? നിയ്യത്ത് നന്നാകണേ. പടച്ചോനെ, ഈ വണ്ടി ഞാൻ ഓടിക്കുന്നത് എന്റെ മക്കളെ തീറ്റിപ്പോറ്റാനാ, എന്റെ കുടുംബം പോറ്റാനാ, പള്ളിയിലെ ഉസ്താദിന് ചോറ് കൊടുക്കണം എനിക്ക്, അതുപോലെ നല്ല കാര്യങ്ങളുടെ അതിലേക്ക് പൈസ കൊടുക്കണം എനിക്ക്, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ തോന്നിവാസങ്ങൾക്കല്ല എന്ന നല്ല നീയത്ത് വെച്ചത്. ഗിയർ മാറുമ്പോഴും സൈഡ് നോക്കുമ്പോഴും മോനെ ഹാൺ അടിക്കുമ്പോഴൊക്കെ അള്ളാഹ് കൂലി തരും നിനക്ക്. അതെല്ലാം ഇബാദത്താണ്. ഓ, ഇങ്ങനെയൊക്കെ ഇസ്ലാം ഉണ്ടോ? ഇതാണ് ഇസ്ലാം. നിങ്ങൾ എന്തോ മനസ്സിലാക്കി? അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വെറുതെ കുറെ ആളുകൾ തൊപ്പിയിട്ട് താഴെ എപ്പോഴും അത് നണ്ടെന്നല്ല. കൃത്യമായി സുബഹി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം, ഒരു 20 മിനിറ്റ് നേരം ഖുർആൻ പാരായണം ചെയ്യൂ. ആ ഖുർആൻ അന്ത്യനാളിൽ ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ ഓതുന്ന മനുഷ്യന് നാളെ സ്വർഗത്തിൽ പാരത്രിക ലോകത്ത് പോകുക, സുഖലോക സ്വർഗത്തിലേക്ക് മോനെ വാ 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 സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് അപ്പൊ ചോദിക്കും ആരാനി. എല്ലാ ദിവസവും സുബൈക്ക് ശേഷം 15 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? എല്ലാ ദിവസവും 15 മിനിറ്റ് ഖുർആൻ, സുബൈക്ക് ശേഷം 5 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? ഖുർആനാണ് ഞാൻ. വരൂ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാ, കാണുന്ന വഴിയാണ്. അതിലൂടെ പോയാൽ നമുക്ക് ജന്നത്തിന്റെ അവിടെ എത്താമെന്ന് ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് ഹബീബ് പറഞ്ഞു. അത് നാളെ അന്ത്യലോകത്ത് വരും. ആ പാരത്രിക പരലോകത്ത് അത് എത്തിച്ചേരുന്നതാണ്. ഖുർആനോദിയവനാണ് സ്വർഗത്തിൽ കിടത്തണേ, അവന് പുറത്തു കൊടുക്കണേ, അവന് നന്മ ചെയ്യണേ എന്ന് അള്ളാഹിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അള്ളാഹുവിന്റെ അടുത്തൊരു നമ്മുടെ ഭാഗതയങ്ങൾ വാദിക്കാൻ ഒരു വക്കീലായിട്ട് നാളെ ഖുർആൻ വരും. ഖുർആൻ കലാമുല്ലാഹി ആണെന്നർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും പ്രിയപ്പെട്ട ഫർളായി അല്ലാഹ് കൽപ്പിച്ചതെല്ലാം ചെയ്ത മനുഷ്യൻ കൃത്യമായി സ്വലാത്ത് ചൊല്ലി മദീനയോടടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്കത് നേട്ടമാണ്, നമുക്കത് വിജയമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഹബീബിനോട് ഖൽബ് കൊണ്ട് ഇഷ്ടം പുലർത്തുകയും ചെയ്ത് നമ്മൾ നല്ല മുഹിബ്ബുകളായി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിനോടടുത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും. അതാ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഈ സദസ് അവസാനിപ്പിക്കുകയാണ്. ബാഗ്ദാദിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 2 സഹോദര ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബിസിനസ് ആരംഭിക്കാം എന്ന് പറഞ്ഞു. 2 പേരും കൂടി ബിസിനസ് ആരംഭിച്ചു. ഒരാളാണെങ്കിൽ ബിസിനസ്സിൽ കുത്തനെ ഉയർന്ന് വിജയം വരിച്ചു, മറ്റേയാളെങ്കിൽ ആകെ ഡിമ്മായി ലോ ആയി പോയി. അയാളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പാളിസായി പോയി. ഒരു ദിവസം ഈ മനുഷ്യൻ ഇയാളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു 500 ദിർഹം നീ കടം തരുമോ? എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി. ഈ
സന്ദർഭത്തിൽ ആ സഹോദരൻ 500 ദിർഹം ഇയാൾക്ക് കടം കൊടുത്തു. ആ കടം മേടിച്ച 500 ദിർഹവുമായിട്ട് ഈ മനുഷ്യൻ ചെന്ന് ബിസിനസ് സംരംഭം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എന്തു പറയാനാണ്, ദൗർഭാഗ്യമേ, എല്ലാം പൊളിഞ്ഞു പോയി. അവസാനം കടം മേടിച്ച പണം കൊടുക്കേണ്ട ആ ടൈം എത്തിയപ്പോൾ ഈ മനുഷ്യൻ ചെന്നിട്ട്, സഹോദര, എന്റെ മേടിച്ച പൈസ എന്തിയെ, അതെനിക്ക് തിരിച്ചതാ. തരാൻ കഴിയില്ല കേട്ടോ. അവധി പറഞ്ഞു. അവസാനം ഇയാള് ജഡ്ജിയുടെ മുന്നിലെത്തിയിട്ട് പരാതി പറഞ്ഞു, എന്റെ ഇന്നാലിന്റെ സ്നേഹിതനിക്ക് 500 ദിർഹം കടം തരാനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എനിക്കത് മേടിച്ചു തരണം. ജഡ്ജി ഇയാളെ വിളിപ്പിച്ചു. ചുരുക്കി പറയണം, ഖസിയത്തുൽ ബുഖാരി മജ്ലിസോട് തുടങ്ങുന്നതാണ്. ജഡ്ജി ഇയാളെ വിളിപ്പിച്ചു. അല്ല, നിങ്ങൾ മേടിച്ച പൈസ എന്താ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാത്തത്? പൈസ കൊടുക്കാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിലൊന്നും പൈസ ഇല്ല. ഇതിപ്പോ എന്ത് വേണം, നിങ്ങൾ എനിക്കൊരു ദിവസത്തെ അവധി തരണം. ഒരു ദിവസത്തെ അവധി തരണം. നിങ്ങൾ ഇത്രയും നാളെ പൈസ കൊടുക്കില്ല, നിങ്ങൾ ഈ ഒരു ദിവസത്തെ അവധി കൊണ്ട് നിങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും? നിങ്ങൾ ആരെയാണ് ജാമ്യം നിർത്തുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം അവധി തരുമ്പോ എനിക്കിവിടെ ജാമ്യം നിൽക്കാൻ പകരക്കാരൻ വേണമല്ലോ. അയാള് പറഞ്ഞു, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ജാമ്യം നിർത്തുന്നു, ഒരു ദിവസത്തെ അവധി എനിക്ക് തരുമോ? ബഗ്ദാദിലെ ജഡ്ജിയുടെ മനസ്സിന്റെ അന്തരംഗങ്ങളിൽ വെള്ളിടി പൊട്ടിപ്പോയി. ആദ്യമായ ഒരു മനുഷ്യനോട് ജാമ്യം നിർത്താൻ പറഞ്ഞത് കേൾക്കുന്നു മുഹമ്മദ് നബിയേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് ഇഷ്ടം പുലർത്തുന്ന ഹബീബിനോട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആ മാന്യനായ ഖാദി പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ദിവസത്തെ അവധി ഞാൻ തരാം. ഈ മനുഷ്യൻ തിരികെ പോയി. തിരികെ വീട്ടിൽ പോയപ്പോ വലിയ വിഷമത്തോടെയാണ് നടന്നു പോകുന്നത്. വിഷമത്തോടെ നടന്നു ചെന്ന് വീട്ടിലിരിക്കുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തയാളല്ലയോ? ഹബീബിന് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലയോ? നിങ്ങൾ റസൂലുള്ളാഹിനെ ജാമ്യം നിർത്തിയിട്ട് വന്നയാളല്ലയോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വഴി കാണിച്ചു തരുമെന്ന് സ്വാലിഹത്തായ ആബിദത്തായ ഭാര്യ സഹോദരനെ സതുപദേശം നടത്തി. അതാ പാതിരാത്രിയിൽ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി വരികയാണ്. ഓക്കെ ജൂദോ കറം ഹേ സുഹബത്ത് ഹാ തേരാ नहीं सुनता ही नहीं मांगने वाला तेरा, ओके जो करम है सुहबत हा तेरा, नहीं सुनता ही नहीं मांगने वाला तेरा. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെന്ത് ചോദിച്ചാലും അവിടുന്ന് നാട്ടിപ്പായിക്കില്ല. മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബിന്റെ ഖസീദത്തിൽ ബുർദ കേൾക്കാനല്ലയോ? നമ്മളിവിടെ സംഗമിച്ചത് ഹബീബിന്റെ മദ്ഹ് കേൾക്കാനല്ലയോ? ഇത്രയും നേരം ഈ വിനീതനായ മുത്തല്ലിമ നിങ്ങളോട് പറഞ്ഞത് ഹബീബിന്റെ മദ്ഹല്ലോ? ഈ മജ്ലിസിൽ നമുക്കും ചോദിക്കാം റസൂലുള്ളാഹിനോട്, ആ ഹബീബിനെ മുൻനിർത്തി പടച്ച റബ്ബിനോട് നമുക്ക് ദ്വാരക്കണം. മുഅ്മിനുകളെ, ഔദാര്യമായ റസൂലുള്ളാഹിനെ വസീലയാക്കി റഹ്മത്തായ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ റഹ്മാനും റഹീമുമായ പടച്ച റബ്ബ് നമ്മളെ നിരാശപ്പെടുത്തില്ല. ഒരു മുഅ്മിനിന്റെ കൽബിൽ അങ്ങനെ നിറഞ്ഞ പ്രതീക്ഷ വേണം. ഈ സഹോദരൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഹബീബ് വന്നിട്ട് പറഞ്ഞു, നീ ബാഗ്ദാദിലെ ഇന്നാലിന്ന മന്ത്രിയുടെ ചാരത്ത് ചെല്ലണം, അദ്ദേഹത്തോട് പറയണം നിനക്ക് 500 ദിർഹം തരാൻ. 500 ദിർഹം തരാൻ ഹബീബ് പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറ. നീ ചെന്നിട്ട് പറ, എനിക്ക് 500 ദിർഹം വേണോന്ന് പറ. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ മന്ത്രിയുടെ അടുത്ത്
മന്ത്രിയുടെ അടുത്ത് നിന്നപ്പോൾ മന്ത്രിയോട് വിവരം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു 500 ദിർഹം തരാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എവിഡൻസ് നിന്റെ കയ്യിലുണ്ടോ? എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് ഹാമിദ് യാസീനെ നിങ്ങളുടെ 500 ദിർഹം 500 രൂപ കടം തരാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ ഖാദി ചോദിച്ചു, ഈ മന്ത്രി ചോദിച്ചു, അല്ല നിനക്ക് വല്ല എവിഡൻസും ഉണ്ടോ മോനെ, പ്രൂഫുമുണ്ടോ? ആ സമയത്ത് അയാൾ പറഞ്ഞുകൊണ്ട്, ഹബീബായ നബി എന്നോടൊരു പ്രൂഫ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇന്ന് രാവിലെ സുബഹിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് 1000 തികഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിച്ചില്ലയോ? അങ്ങനൊരു സംശയം നിങ്ങളുടെ കൽബിൽ വന്നില്ലയോ? ഈ എവിഡൻസ് ആണ് എന്റെ ഹബീബ് എനിക്ക് തന്നിട്ടുള്ള എവിഡൻസ്. ആ മന്ത്രിയുടെ കൽബിന്റെ അകത്തളങ്ങൾ അതാ കുളിർന്നു വരികയാണ്. പിന്നൊന്നും താമസിക്കാതെ, കാരണം എന്റെ മനസ്സിലാണ് അങ്ങനെ ആ വിചാരമുണ്ടായതെന്ന്, രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് കൃത്യമായി 1000 സ്വലാത്ത് ചൊല്ലുന്ന ഈ മന്ത്രി 1000 പൂർത്തിയായോ ഇല്ലയോ എന്ന് സംശയിച്ചിട്ടുണ്ട്. അയാൾക്കത് ഓർമ്മയുണ്ട്. ഈ മനുഷ്യൻ ചെന്നിട്ടത് പറയുമ്പോൾ അകത്തളത്തിൽ പോയി 500 ദിർഹം എടുത്തു കൊടുത്തു. ഈ 500 ദിർഹവുമായിട്ട് നേരെ ഭരണാധികാരിയുടെ ചാരത്ത് വന്നു. ആ ഖാദിയുടെ മുന്നിലേക്ക് 500 ദിർഹം കൊണ്ടു കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, ഒരു ദിവസം കൊണ്ട് എവിടുന്നാണ് നിനക്ക് 500 ദിർഹം കിട്ടിയത്? നീ ഇന്നലെ വരെ കടം കൊടുക്കാതെ വന്നത് കൊണ്ടാണ് പരാതിക്കാരൻ എന്നോട് പെറ്റീഷൻ തന്നത്, പരാതി തന്നത്, കംപ്ലൈന്റ് നൽകിയത്. ഇന്ന് നിനക്ക് എവിടുന്ന് പണം കിട്ടി മോനെ? റസൂലുള്ളാഹി തങ്ങൾ നടന്ന സംഭവം മുഴുവനും അങ്ങോട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു അവിടുത്തെ കുറിച്ച്. ആ സമയത്ത് ഭരണാധികാരി 500 ദിർഹം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് നിനക്കിരിക്കട്ടെ, ഇന്നലെ രാത്രിയിൽ എൻ്റെ അടുത്ത് ഹബീബ് വന്നിരുന്നു. ആ മനുഷ്യന് നീ മാപ്പ് നൽകാൻ പറഞ്ഞിരുന്നു. അതാ മറ്റേ മനുഷ്യന്റെ ചാരത്തേക്ക് ഇയാള് ദിർഹവുമായി ഓടിപ്പോകുകയാണ് സഹോദരന് കൊടുക്കാൻ. അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ നേരത്തെ അയാൾ 1000 ദിർഹം എടുത്ത് ഇയാൾക്ക് കൊടുത്തു. നീ കാരണമായി ഞാൻ നിങ്ങളെ ഹബീബിനെ കണ്ടുപോയി, നിനക്ക് ഞാനതെല്ലാം മാപ്പ് തന്നിരിക്കുന്നു. അതേ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാർ ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബിനോടെടുക്കുന്ന ആളുകൾക്ക് ഹബീബ് പ്രത്യേക പരിഗണന നൽകും കേട്ടോ. എത്രയോ ഉമ്മമാര് പെങ്ങന്മാര് ഹബീബിനെ സ്വലാത്ത് ചൊല്ലി സ്വപ്നം കണ്ട വിവരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് അൽ ബുഖാരി അവരുടെ മദ്ഹുർ റസൂലിന്റെ പ്രഭാഷണം ശ്രവിച്ചിട്ട്, ഉസ്താദെ ഞാൻ കണ്ടു റസൂലുള്ളാഹിനെ, ഞാൻ കണ്ടു റസൂലുള്ളാഹിനെ എന്ന് എത്രയോ യുവത്വം രക്തത്തുടിപ്പുള്ള ചെറുപ്പക്കാര് പറഞ്ഞു പോയി. എന്റെ 14ഉം 18ഉം വയസ്സായ പെങ്ങളെ +2 പഠിക്കുന്ന പെങ്ങന്മാര് വിളിച്ചു പറഞ്ഞു പോയി. കോളേജ് ലെക്ചറായ ഒരു അധ്യാപിക വിളിച്ചു പറഞ്ഞു. അങ്ങനെ സാധാരണക്കാരായ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. അതുകൊണ്ട് മഹബ്ബത്ത് വേണം ഹബീബിനോട്. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് അതിന്റെ അംഗീകരിച്ച് അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകരിച്ച രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായി ഉലമാക്കളോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ ബാധ്യതയുള്ള മുതലാളിമാര് കൊടുത്തു തീർക്കണം. ആരും കള്ളു പിടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ചോദ്യ കളിക്കരുത്. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല സാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹാ സറാ. ഒരു
സ്വലാത്ത് ഹബീബിന്റെ പേരിൽ നിങ്ങൾ ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, അദീമായ പടച്ച റബ്ബ് ഹബീബിനെ മഹബ്ബത്ത് വെച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ സാധുക്കളായ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.